ഹെലനോ സ്പാർട്ട ട്രേഡിംഗ് ആപ്പുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നത് വൻ തട്ടിപ്പ്. എൻ്റെ പൊന്നടവേ, നല്ല സെഞ്ച്, നല്ല പണ്ണ് എൻ്റെ പൊന്ന് JBTV. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെലനോ സ്പാർട്ട, ഹെലൻ ചേച്ചി ആണെങ്കിൽ ഈ പൈസ ഇരട്ടിപ്പിക്കുന്ന ഈ ഒരു ട്രേഡിംഗ് ആപ്പ് തൻ്റെ സ്റ്റോറിയിലൂടെ പ്രൊമോഷൻ ചെയ്തു എന്നുള്ളൊരു ഇഷ്യൂ ആണ്. നിങ്ങളിൽ കുറച്ച് പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ സംഭവം എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. Hello, beautiful people. I got so many DMs telling me that we invested in some crypto and we never get that profit. So I'm mentioning a page here named Saket Jaswal. You guys can DM him. He'll guide you how to invest and double your money. So what you guys are waiting for? Go and DM him. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഹെലൻ ചേച്ചി എല്ലാവരുടെ മുന്നിൽ ഒരു തട്ടിപ്പുകാരിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രേഡിങ്ങിൻ്റെ സംഭവമാണ്, പൈസ ഇരട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇത് പല ക്രിയേറ്റേഴ്സിനും ഇതുപോലെ നിരന്തരം DMs വരാറുള്ളതാണ്. അതേപോലെ നിങ്ങളിതൊന്ന് പ്രൊമോഷൻ ചെയ്ത് തരാമോ, നിങ്ങളൊരു സ്റ്റോറി പ്രൊമോഷൻ, അപ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇതുപോലെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം ചെറിയ ക്രിയേറ്റേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജെന്യൂനിറ്റി കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാതെയാണെങ്കിൽ നേരെ പോയിട്ട് അപ്ലോഡ് ചെയ്യും. ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് വരുന്ന പ്രൊമോഷൻസ് അധികമായിട്ട് വരാത്തതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നേരെയാണെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് സ്റ്റോറിയിൽ ഈ സംഭവം അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ DM ഒക്കെ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ അവരുടെ അടുത്ത് പറയാം, എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ ചെയ്യരുത്, എനിക്ക് പ്രൊമോഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ ഹെലൻ ചേച്ചിയെ പോലുള്ള ആളുകളാകുമ്പോഴത്തേക്കിന് ഒരുപാട് 1 million+ ഫോളോവേഴ്സ് കൗണ്ടുള്ള ആളുകളാകുമ്പോഴത്തേക്കിന് ഇതിനകത്തുള്ള ജെന്യൂനിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഉത്തരവാദിത്തം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് അല്ലേ. അപ്പം ഇതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇപ്പം ഹെലൻ ചേച്ചി തന്നെ വന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഐ എം വെരി സോറി. എൻ്റെ അബദ്ധമാണ്, എൻ്റെ ശ്രദ്ധക്കുറവാണ് ഞാൻ അങ്ങനെ ഒരു സാധനം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവര് അയച്ചു തന്ന കുറച്ച് സൈറ്റുകളും അവരുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വെക്കാം, അവർ അയച്ചു തന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കാം. അത് നോക്കിയപ്പം അത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു സൈറ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നത്. സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കാം. അതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അവരോട് കൂടി അവരുടെ പേജും കൂടി ഒന്ന് തെറോ ചെക്ക് ചെയ്യണമായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അത് എൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ ഭാഗത്ത് വന്ന അബദ്ധമാണ്. ഐ എം റിയലി വെരി സോറി. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആരെങ്കിലും ഇനി ട്രേഡിംഗ് ജെന്യൂൻ ആയിട്ടുള്ള ട്രേഡിംഗ് ഉണ്ടാവാം, അതല്ലാത്തത് പ്രൊമോട്ട് ചെയ്യരുത്. പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് 1000 പ്രാവശ്യം ആലോചിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് തട്ടിപ്പുകാരും അങ്ങനെയൊക്കെ തട്ടിപ്പുകാരി ഒക്കെ ആയി മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഹെലൻ ചേച്ചിക്ക് സംഭവിച്ചിട്ടുള്ളൊരു തെറ്റാണെന്ന് ചേച്ചി മനസ്സിലാക്കുകയും പിന്നീട് ഒരു അപ്പോളജി ഒന്ന് എല്ലാവരുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ചേച്ചി ഇത് ജെന്യൂൻ ആണ് എന്നുള്ള രീതിയിൽ ചേച്ചി അവർ ബോധിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ചേച്ചി ഇതുപോലുള്ള സ്റ്റോറി പ്രൊമോഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിന് മുമ്പാണെങ്കിൽ ചേച്ചിയുടെ പല സ്റ്റോറീസ് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു ട്രേഡിങ്ങിൻ്റെ സംഭവങ്ങൾ ഇടുമ്പോഴാണെങ്കിൽ കൂടി പിന്നീട് ഒരു അടുത്തൊരു സ്റ്റോറി ഞാൻ ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പ്രൊമോഷന് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടത് എന്നുള്ള രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു പ്രൊമോഷൻ്റെ ഇതായിട്ട് ഞാൻ അന്ന് ഈ ചേച്ചിയുടെ സ്റ്റോറീസ് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്ന് ഇതിട്ടിരുന്നോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് ജെന്യൂനിറ്റി ഇല്ലാന്ന് ചേച്ചിക്ക് മനസ്സിലായ സമയത്തേക്കിന് എല്ലാവരുടെ മുന്നിൽ വന്നിട്ട് ഒരു അപ്പോളജി ചേച്ചി പറയുന്നുണ്ട്. അപ്പം തെറ്റ് സംഭവിച്ചു, അത് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷമാണെങ്കിൽ ഒരു അപ്പോളജിയും വന്നു. ഓക്കെ, അപ്പം തെറ്റ് സംഭവിച്ചത് 4 ആളുടെ മുന്നിൽ അത് വിളിച്ച് പറഞ്ഞുകൊണ്ട് അത് തിരുത്താൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല, ചെയ്തിട്ടുള്ളൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇനി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ JBTV ആണ്. JBTV ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ ചെയ്ത എല്ലാ ഇതുപോലുള്ള തട്ടിപ്പിന്റെ വീഡിയോയിലും ഈ ഹെലനോ സ്പാർട്ട എന്ന് പറയുന്ന പേജിലുള്ള വ്യക്തിയുണ്ട്. എന്നാൽ ആ വീഡിയോസ് ഒക്കെ ഇവരെല്ലാം കാണുന്നുണ്ട്. എന്നാൽ ഇവരിത് നിർത്തുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർ ഈ തട്ടിപ്പിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു വലിയ ഒരു തോന്നൽ എനിക്കുണ്ട്. പോലീസ് ഇത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അത് വളരെ ശരിയാണ്. കാരണം JBTV പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അമ്മാതിരി കാര്യങ്ങളാണ് പുള്ളി പറയുന്നത് അല്ലേ. ഒരു ഇഷ്യൂ വരുന്ന സമയത്തേക്കിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. പക്ഷേ അടിസ്ഥാനമില്ലാത്ത കുറേ കാര്യങ്ങളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? അതുകൊണ്ടാണ് JBTVയുടെ ഇയാളുടെ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ ഇതിനകത്ത് റിയാക്ട് ചെയ്യുന്നത്. കാര്യം ഹെലൻ ചേച്ചിക്കാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു തെറ്റ് സംഭവിച്ചു. മീൻസ് എന്താ പറയുക, പുള്ളിക്കാരി ഇത് ജെന്യൂൻ ആണെന്ന് വിശ്വസിച്ചുള്ള ഒരു കാര്യമാണെങ്കിൽ പുള്ളിക്കാരി പ്രൊമോട്ട് ചെയ്തു. പിന്നീട് അത് ജെന്യൂൻ അല്ലാതെ മനസ്സിലാക്കുകയും എല്ലാവരുടെ അടുത്തൊരു ക്ഷമ ചോദിക്കുകയും അത് തിരുത്തുകയും ചെയ്തു. പക്ഷേ ഇയാൾ വന്നിട്ട് ഇതിനകത്ത് കുറേ അടിസ്ഥാനമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം എവിടെയൊക്കെയോ ആരൊക്കെയോ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. JBTVയുടെ വീഡിയോസിനാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ പലരും പറയുന്നതായിട്ട് കേട്ടു. പക്ഷേ എനിക്ക് ഇയാളുടെ വീഡിയോസ് പലതും എനിക്ക് കണ്ടിട്ട് എനിക്കൊരു താല്പര്യം തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയുടെ വീഡിയോസ് കാണാറില്ല. അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന ക്വാളിറ്റി എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഫസ്റ്റ് JBTVയുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത് ആ ഒരു ബിഗ് ബോസിൻ്റെ ടൈമിൽ കൈസേട്ടനും ഈ പറയുന്ന ഹെലൻ ചേച്ചിക്കൊക്കെ എതിരെ ഇട്ടുകൊണ്ട്
ഈ തന്ത വൈബ് തള്ള വൈബ് എന്നുള്ള രീതിയിലേക്ക് ഇവരെല്ലാം അടിച്ച് ആക്ഷേപിച്ചൊക്കെ ഒരു സാധനത്തിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്കിന് അന്ന് ഞാനിത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അന്നത്തെ ഒരു വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. അപ്പം ഇന്ന് ഞാനിപ്പോൾ വീണ്ടും ഇത് റിയാക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അടിസ്ഥാനമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇയാൾ ഒന്ന് സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതിന് മുന്നേ പുള്ളി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ ഹെലൻ ചേച്ചി ഒരു മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഈ ഒരു പേജ് പ്രൊമോട്ട് ചെയ്ത് ഞാനാണ് എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ ഉണ്ടാക്കിയ പേജാണിത് എന്ന് പല ആൾക്കാർക്കും സംശയമുണ്ട്. ഒരു ബ്രദർ ഇരുന്ന് പറയുന്നത് കേട്ടു. ഞാൻ എൻ്റെ പുറക്കേക്ക് ഇരുന്നിട്ടാണ് ഇത് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനാണ് അതിൻ്റെ അഡ്മിൻ, അല്ലെങ്കിൽ ഞാനാണ് ആ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നത്. സൈബർ സെല്ലിന് ചെക്ക് ചെയ്യാം ഞാനാണോ ആ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര ട്രേഡിങ്ങിൻ്റെ പേജുകളുണ്ട്, ആ പേജുകൾ വഴി ഞാൻ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിലൊരു അന്വേഷണം വരണം എന്ന് തന്നെയാണ്. കാരണം എനിക്ക് വെറുതെ ഈ പറയുന്ന പോലെ തട്ടിപ്പുകാരി എന്നുള്ള ടാഗ് ലൈൻ തട്ടിപ്പ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അന്തസ്സായി ഞാൻ അത് ഏൽക്കും, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അത് അന്വേഷണം വരണം. ഞാൻ എത്ര ലക്ഷങ്ങൾ എന്നല്ല പറഞ്ഞേ, ലക്ഷങ്ങൾ ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തട്ടിപ്പിലൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു അന്വേഷണം വരേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു അന്വേഷണം വരേണ്ടതാണ്. കാരണം അത് JBTV തന്നെ അന്വേഷിക്കുകയും വേണം. കാരണം കേരളത്തിൽ ഒരു ഫോഴ്സുകളും കണ്ടുപിടിക്കാത്ത കുറേ കാര്യങ്ങളാണ് ഈ പറയുന്ന പോലെ JBTV ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് ഹെലൻ ചേച്ചിക്ക് ലക്ഷങ്ങളുടെ വരുമാനമുണ്ട്. ഈ പറയുന്ന പോലെ ട്രേഡിങ്ങിലൂടെ ആളുകളെ പറ്റിപ്പ് നടത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഹെലൻ ചേച്ചി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം JBTV ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു ഇത്ര വളരെ കൃത്യമായിട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെലൻ ചേച്ചിയുടെ അടുത്ത് അതുപോലെ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന മറ്റാളുകളുടെ അടുത്തൊക്കെ ഉണ്ടോ? ഇയാൾക്കൊരു വിചാരമുണ്ട് ഇയാൾ എന്തോ വലിയ രായാവാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് പുള്ളിക്കുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് എല്ലാം വളരെ കൃത്യമാണ് എന്നുള്ളൊരു സംഭവ വികാസങ്ങളൊക്കെ പുള്ളിക്കുണ്ട്. എന്തായാലും ബാക്കി കൂടെ കാണാം. കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോറിയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 24 hours ആണ് ഒരു സ്റ്റോറി നിൽക്കുക. അത്രയും സമയത്തിൽ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവരുടെ ഒരാളെ പോലും വിടാണ്ട് എല്ലാവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്കത് ജെനുവിനാണ് എന്ന് ഫീൽ ചെയ്താൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അഗൈൻ ഐ റിപ്പീറ്റ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ തന്റെ ഫോളോവേഴ്സിന്റെ അടുത്ത് കാണിക്കാവുന്ന ഒരു മര്യാദ എന്ന് പറയുന്ന സാധനം വളരെ കൃത്യമായിട്ട് ഹെലൻ ചേച്ചി ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാര്യം ചേച്ചി ജെനുവിൻ ആണ് എന്ന് തോന്നിയതിന്റെ പേരിലായിരുന്നു അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെച്ചിട്ട് ജെനുവിൻ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് പുള്ളിക്കാരി അങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും തന്റെ ഫോളോവേഴ്സ് എല്ലാം ആണെങ്കിൽ ചേച്ചിക്ക് മെസ്സേജ് അയച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ജെനുവിൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. അതായത് ഞാനിപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങളെല്ലാവരും കേൾക്കണം അനുസരിക്കണം എന്നൊന്നും അവിടെ ഒരു ഷാഠ്യം പിടിച്ചില്ല. നിങ്ങൾക്കത് ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാലോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു തീരുമാനമുണ്ട്, നിങ്ങളുടേതായിട്ടൊരു അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കത് ജെന്യൂൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോഴത്തേക്കിന് തൻ്റെ ഫോളോവേഴ്സിൻ്റെ അടുത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു മര്യാദയും തിരിച്ച് ഹെലൻ ചേച്ചി കാണിച്ചിട്ടില്ലേ? എൻ്റെ കയ്യിൽ രണ്ട് പേജേ ഉള്ളൂ. ആർക്ക് ഏത് സൈബർ സെല്ലിനും അന്വേഷിക്കാം, കണ്ടെത്താം. എൻ്റെ കയ്യിൽ ആകെ 2 പേജാണുള്ളത്. HS ക്ലോത്തിങ്ങിൻ്റെ ഒരു പേജും ഹെലൻ ഓഫ് സ്പാർട്ട ഒഫീഷ്യൽ എന്ന് പറയുന്ന എൻ്റെ പേജുമാണ് എൻ്റെ കയ്യിലുള്ളത്. അല്ലാതെ ഒരു ട്രേഡിങ്ങിൻ്റെ പേജോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കുത്തിരുന്ന് ട്രേഡിങ്ങിൻ്റെ പേരും പറഞ്ഞിട്ട് 1 രൂപ പോലും ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ അക്കൗണ്ട്, ഞാനൊരു ട്രേഡിംഗ് അക്കൗണ്ട് ആയിട്ട് 1 രൂപ പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു സാധനവും ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച എല്ലാവരോടും വളരെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് ജെനുവിനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിനകത്തൊക്കെ വളരെ ക്ലിയർ ആണ് കാര്യം. ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി, അതിനുശേഷം ഒരു അപ്പോളജിയും പറയുന്നു. അപ്പോൾ അവിടുത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആണ്. ഓക്കെ, ഒരാൾക്കിടയിൽ നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ സംഭവിക്കും. അത് ചേച്ചിക്ക് സംഭവിച്ചു, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്നീട് അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പക്ഷെ പ്രശ്നം അവിടെ ഒന്നുമല്ല, നമ്മുടെ JBTV ആണ്. ഇനി ബാക്ക് ടു ദ JBTV. അമല ഷാജി എന്ന ഇൻഫ്ലുവൻസർ, ഇതുപോലൊരു സ്കാമിന്റെ ഭാഗമായ അമല ഷാജി എന്ന ഇൻഫ്ലുവൻസർക്കെതിരെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വന്ന സമയത്ത് ഇവരെല്ലാവരും അമല ഷാജിക്കെതിരെ വീഡിയോ ചെയ്യുന്നതിനകത്ത് മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യമാണ്, ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതുപോലെ ഒരു തട്ടിപ്പ് സ്ഥിരമായിട്ട് നടത്തുന്ന ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് അത് ചില്ലറ ഉളുപ്പ് പോരാത്ത ഒരു സംഗതിയാണ്. അതായത് JBTV പറഞ്ഞു വരുന്നത് സ്ഥിരമായിട്ട് ഹെലൻ ചേച്ചി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ കാര്യങ്ങളൊക്കെയാണ്. ഇത്തരം തട്ടിപ്പുകൾ നിരന്തരം ബോധപൂർവം ചെയ്തുകൊണ്ടിരിക്കുകയും ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയും ശേഷം ഇതേപോലെ കൃത്യം മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കിനും അവരെ കുറ്റം പറയുകയും അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയും ചെയ്യുന്നു. അപ്പം ഹെലൻ ചേച്ചി ചെയ്യുന്നത് എത്രത്തോളം മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് എന്നാണ് JBTV പറഞ്ഞു വരുന്നത്. ഇയാൾക്ക് സാമാന്യ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ല എന്നുള്ളത് എനിക്ക് ഈ സമയത്തൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്കെല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. പക്ഷേ നമ്മുടെ മുന്നിൽ ഒരു തെറ്റ് കാണുന്ന സമയത്തേക്കിന് നമ്മൾ അതിനെതിരെ വിരൽ ചൂണ്ടും, നമ്മളതിനെ വിമർശിക്കുകയും ചെയ്യും. അതേപോലെ തെറ്റ് നാളെ നമുക്ക് സംഭവിക്കുമ്പോൾ, ഓക്കെ, നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ കൂടി നമുക്കങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ആ ഒരു തെറ്റിനെ നമ്മൾ മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് ഒരു ക്ഷമ ചോദിക്കുകയും പിന്നീട് അതിനെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴും നമ്മൾ തെറ്റുകാർ തന്നെയാണ് അല്ലേ.
ഓക്കെ നമ്മൾ തെറ്റുകാരാണ്, ആ തെറ്റിനെ നമ്മൾ മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കുകയാണ്, ക്ഷമ വരെ ചോദിച്ചു, കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴും ഇയാൾ പറഞ്ഞു വരുന്നത് ഇത്രയും നാളുകളായിട്ട് ഹെലനോസ് പാട്ട എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തട്ടിപ്പുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ നിരന്തരം തട്ടിപ്പുകൾ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ആളുകളെയും വിമർശിക്കാൻ പോയിട്ടുള്ളത്. എത്ര മനോഹരമായിരിക്കുന്നു. അതെ, പിന്നെ JBTV ആണല്ലോ കോടതി, ഇയാൾ പറയുന്നതാണല്ലോ ശരി. ബാക്കിയും കൂടെ കാണാം. മറ്റേ കല്യാണം ഉറപ്പിച്ചിട്ട് പോയ പെൺകുട്ടി ബിഗ് ബോസിൽ പോയി അങ്ങനെ കാണിച്ചു, കുടുംബ ബന്ധങ്ങൾ തകരുന്നേ, അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെയുള്ള ഡിഫമേഷന് സൈബർ അറ്റാക്കും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇതേ ആള് തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള സൈബർ അറ്റാക്കിന് വിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്താനായിട്ട് ശ്രമിച്ചിരുന്നു. ആന്നേ പോയി ഒരു മൂഞ്ചി വെച്ചുകൂടും. കാരണം ഇതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി അന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ JBTയുടെ ഫസ്റ്റ് ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന ടൈമിൽ ഇതിനെല്ലാം കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ കേസാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ കരിമഷി കുറുമ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് കൈസേട്ടനെ, പിന്നെ തള്ള വൈബ് എന്നും പറഞ്ഞുകൊണ്ട് ഹെലൻ ചേച്ചിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ വീണ്ടും ഒന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ. അത്രമാത്രം എനിക്ക് JBTVയുടെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ മറുപടി പറയാനുള്ളൂ. ഉറപ്പുണ്ടെങ്കിൽ മറ്റേ ഇനി വീണ്ടും നമുക്ക് വരെ പിടിച്ചിടാം. കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ഇത്തിരിയെങ്കിലും ഉളുപ്പുള്ളവന്മാർ അതിന്റെ തലപ്പത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ഇൻഫ്ലുവൻസേഴ്സിനെതിരെ എന്തെങ്കിലും ഒരു അരിമണി ആക്ഷനെങ്കിലും എടുക്കുക. എല്ലായിരിക്കാണല്ലോ. അപ്പോൾ ഒരു അരിമണി ആക്ഷനെങ്കിലും എടുക്കാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അംഗീകരിക്കാം. സ്വന്തം കൂട്ടത്തിൽ ഒരാൾ തെറ്റി എന്ന സമയത്ത് അതിനെ മൂടി വെക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിറ്റി എന്നുണ്ടെങ്കിൽ ഈ ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ട് തന്നെയാണ് വളരെ കാലങ്ങൾക്ക് മുൻപ് ഈ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് പല ആളുകളും പറഞ്ഞത്. അപ്പോൾ അത് വെളിവാകുന്ന തരത്തിലേക്കുള്ള ഉടായ്പകളാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇത് വളരെ രസമുള്ള പരിപാടിയാണല്ലോ. ഈ തട്ടിപ്പൊക്കെ നടത്തുന്ന സംഘാംഗങ്ങൾക്ക് ഈ ഒരു സംഘത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളത് നല്ല രീതിയിൽ മുക്കി കൊടുക്കും. അല്ലെങ്കിൽ രായവാൻ വേണ്ടിയിട്ട് അഭിനയിക്കുകയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ? എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിക്കുകയാണ്. ഇപ്പം കിക്ക് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ സംഘടനകളാണെങ്കിൽ കൂടി അവിടെ എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ നമ്മളവിടെ സംസാരിക്കുക തന്നെ ചെയ്യും. അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പം അതിനെതിരെ ആരും സംസാരിക്കാതെ കാണുമ്പോൾ നമ്മളൊരാൾ മാത്രം സംസാരിക്കുമ്പോൾ കാണുന്ന ആളുകൾക്കിടയിലേക്ക് നമ്മളൊരു രായവായി മാറുകയാണ്, അല്ലേ? ഓർഗാനിക്കലി നമ്മളങ്ങനെ മാറുന്ന ഒരു സമ്പ്രദായമുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ JBTV അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹെലൻ ചേച്ചി ആണെങ്കിൽ കിക്കിലുള്ള ഒരാളാണ്. അപ്പം കിക്കിൽ നിന്നുകൊണ്ട് ഈ ഒരു സംഘടനയുടെ സഹായത്തോടു കൂടി തന്നെയാണ് അപ്പം ഇത്തരം തട്ടിപ്പുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ പൊന്ന് JBTV നിങ്ങൾക്ക് ചെറുതായിട്ട് പണി പാളിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി ഹെലൻ ചേച്ചി പറഞ്ഞ അതിന് ഞാനിവിടെ വെക്കാം. പിന്നെ സീക്രട്ട് സായി ചേട്ടനും ഇതിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറി എന്തോ അല്ലേ, അപ്പോൾ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് പുള്ളിയുടെ ചാനലിലുണ്ട്, അത് നിങ്ങൾ അവിടെ പോയി കാണാം. ഹെലൻ ചേച്ചിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ആക്ച്വലി ചില ആൾക്കാർ സംഘടനകളെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗൈസ്, ഞാൻ ഈ പറയുന്ന സംഘടനയിൽ ഞാനില്ല, അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് പോയിട്ട് സംഘടനയുടെ പെരടിക്ക് അതിടാൻ നിൽക്കണ്ട. ഞാൻ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തി കിക്ക് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അതിൽ അംഗവുമല്ല, ഞാൻ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഹെലൻ ചേച്ചിക്കാണെങ്കിൽ ഈ പറയുന്ന കിക്ക് എന്ന് പറയുന്ന സംഘടനയിൽ ഒരു അംഗത്വമോ കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്ന എനിക്കാണെങ്കിൽ ഈ പറയുന്ന കിക്ക് എന്ന് പറയുന്ന സംഘടനയിലോ ഒരു സംഘടനയിലോ അംഗത്വം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇയാൾ പറയുന്നത് കിക്ക് എന്ന് പറയുന്ന സംഘടനയിൽ അംഗത്വമുള്ള ഹെലനോസ് പാട്ട എന്ന ധന്യ ശ്രീ രാജേഷ് ഭയങ്കര തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സംഘടനയുടെ സഹായത്തോട് കൂടിയിട്ട്. എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? നിങ്ങൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഹെലൻ ചേച്ചിക്ക് അങ്ങനെ ഒരു കാര്യം ജെന്യൂനിറ്റി ഇല്ലാത്തൊരു സാധനം ചേച്ചി പ്രൊമോട്ട് ചെയ്തു, ചേച്ചിക്ക് ഒരു തെറ്റ് സംഭവിച്ചു, ഓക്കെ, നിങ്ങൾക്കത് പറയാം, നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തോന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കൊരു സ്പേസ് കിട്ടി, സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടുമ്പോഴത്തേക്കിന് ഈ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? അർഹതപ്പെട്ടവർക്ക് പണം നൽകാൻ പോലും ആളുകൾ ഇനി മടിക്കും. വേറെ എന്തോ തട്ടിപ്പിനെ കുറിച്ചിട്ട് ഒരു തട്ടിപ്പുകാരി സംസാരിക്കുന്നതാണ്. അതെ, അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഒരു കൊണ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊണയടി വീരൻ വന്നിട്ട് കുറച്ച് കൊണ അടിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഹെലനോസ് പാട്ട ധന്യ രാജേഷോ എന്തോ അത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പ് നടത്തി പഴക്കം വന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു അവർക്കറിയാം, അവർ പറയും, പൈസ പോയ ആൾക്കാർ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയും, ഞങ്ങളൊരു സ്റ്റോറി ഇട്ട സമയത്ത് നിങ്ങൾ എന്തിനാണ് പൈസ കൊടുക്കാൻ പോയത്? ഇത്രേ ഉള്ളൂ. കാരണം അവർക്കത് തഴക്കമായി, അവരുടെ ഒരു ഡെയിലി ജോബായി മാറി തട്ടിപ്പ് എന്ന് പറയുന്നത്. വരുന്നു, എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ പ്രതിബദ്ധത സംഘാംഗങ്ങളെ പോലെ കാണിക്കുന്നു, എന്തെങ്കിലുമൊക്കെ കണ്ണിപ്പൊടിയിരുന്ന് ഉടായ്പ് കാണിക്കുന്നു, കുറെ സദാചാരം വിളമ്പിയതിന് ശേഷം ഇടയ്ക്കൂടെ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു. അവരുടെ ഒരു മാസത്തെ പരിപാടി അങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ സാമ്പത്തിക ഇടപാടുകൾ, ഇവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള പോലീസുകാർ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോൺടാക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇവരെയാണ് ഈ സംഘങ്ങൾ, തട്ടിപ്പ് സംഘങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്. ഇവരതിനകത്ത് പ്രതികർത്ത് കഴിഞ്ഞാൽ കുറേയധികം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സ്ഥിരമായിട്ട് ഞാൻ നമ്മൾ റിയാക്ട് ചെയ്ത എല്ലാ സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലും ഈ ധന്യയുടെ പങ്ക് ചെറുതൊന്നുമല്ല. അത് മാത്രമാക്കണ്ട, നമ്മുടെ മഹാത്മാഗാന്ധിജിയെ കൊന്ന നാഥുറാം ഗോഡ്സേക്ക് കൊട്ടേഷൻ കൊടുത്തു വിട്ടതും ഹെലനോസ് പാട്ട തന്നെയാണ്. പക്ഷെ എൻ്റെ പൊന്നിടാവ് എന്തൊക്കെയാണ് ഹെലൻ ചേച്ചിയുടെ തലയിൽ അടിച്ചു കൊടുക്കുന്നത്. ഒരാളൊരു സ്റ്റോറി പ്രൊമോഷൻ ഇട്ട് സംഭവം പുള്ളിക്കാരിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, അതിൻ്റെ പേരും പറഞ്ഞ് എന്തൊക്കെയാണ് ഈ ചാർത്തി കൊടുക്കുന്നത്?
എനിക്കറിയാവേലത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇനി പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആയുധങ്ങൾ കടത്തുന്നത് ഹെലനോ സ്പാർട്ടയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇവിടെ കൊലപാതകങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അഴിമതി നടത്തുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഡ്രഗ്സ് ഇവിടെ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, ഇതെല്ലാം ഹെലനോ സ്പാർട്ടയാണ്. JBTVയുടെ വാക്കുകളാണല്ലോ അവസാനത്തെ വാക്ക്. അതിനപ്പുറത്തേക്ക് ഒരു വാക്കില്ല. കോടതികൾക്ക് പോലും JBTVക്ക് ശേഷം ഒരു വാക്കില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? ഒരു രസം തോന്നിയപ്പോൾ പറഞ്ഞു എന്നുള്ളതുള്ളൂ. എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയൊന്നുമില്ല. നമുക്കിതൊക്കെ ഒരു രസം. അതെ, എനിക്കിതൊക്കെ ഒരു രസം അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി JBTV, കേട്ടോ. ഒരു എന്താ പറയുക, ഒരു അവതാരമാകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ശ്രമിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രായമാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവതാരമാവാൻ ശ്രമിച്ചിട്ട് ഒരുമാതിരി അപരാധമാവുന്ന പരിപാടി കാണിക്കരുത് നിങ്ങൾ. കാരണം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും കുറേ ആൾക്കാർ വന്നിട്ട്, ഇപ്പം ഹെലൻ ചേച്ചിയുടെ അടുത്ത് ദേഷ്യമുള്ള കുറച്ച് ആളുകൾ വന്നിട്ട്, ശരി ഹെലൻ അങ്ങനെ ചെയ്തിട്ട് വലിയൊരു തെറ്റായിട്ടൊരു കാര്യമാണ്, നിങ്ങളെങ്കിലും അതിനകത്ത് സംസാരിച്ചല്ലോ എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി പല കമൻറ്റ് ബോക്സിലും പല ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചു, അത് അയാൾ അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ, അതിനൊരു അപ്പോളജി പറഞ്ഞു, അത് തിരുത്തുന്നുമുണ്ട്. ഇനി നാളെ ഒരു സമയത്തേക്കിന് ഒരു ഇത്തരം പ്രൊമോഷൻ വരുന്നതിന് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് മാത്രമേ ചേച്ചി അങ്ങനെ ചെയ്യുള്ളൂ. ഓക്കെ, ഇതെല്ലാം വന്ന് കൃത്യമായിട്ട് പുള്ളിക്കാരുടെ ചാനലാണെങ്കിൽ ഫുൾ വീഡിയോ ആണ്, നിങ്ങൾ അതിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോഴും നിങ്ങൾ ഇത് എന്താണ് ഈ പടച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്. ഇനി JBTVയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ എവിടെയെങ്കിലും കയറി അങ്ങോട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്കൊരു രസമല്ലേ എന്നുള്ള രീതിയിൽ അങ്ങ് മനസ്സിലാക്കിയാൽ മതി, കേട്ടോ.